പ്രിയ വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസ് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു പബ്ലിഷിംഗ് എന്ന പാഠത്തിൻ്റെ ആദ്യ ഭാഗം, കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. നമ്മൾ പബ്ലിഷിംഗ് എന്താണെന്ന് കണ്ടു. Publishing comprises of the creation, compilation and mass reproduction of graphic and text images, thereby making information available to the public. Publishing എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സുകളും ഇമേജുകളും ടെക്സ്റ്റുകളും വലിയ അളവിൽ ക്രിയേറ്റ് ചെയ്യുകയും കമ്പൈൽ ചെയ്യുകയും റീപ്രൊഡക്ഷൻ നടത്തുകയും ചെയ്യുന്നതിനാണ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശം ഇൻഫർമേഷൻ സമൂഹത്തിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ അതിന് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് കണ്ടു. പബ്ലിഷിംഗ് ത്രൂ പ്രിൻ്റ് മീഡിയ ആൻഡ് പബ്ലിഷിംഗ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ ഓർ ഇലക്ട്രോണിക് പബ്ലിഷിംഗ്. അതിനുശേഷം നമ്മൾ പ്രിൻ്റ് മീഡിയയിലൂടെയുള്ള പബ്ലിഷിങ്ങിലെ 3 ആക്ടിവിറ്റീസിനെയാണ് അതിൽ കണ്ടത്. ആദ്യത്തേത് പ്രീപ്രസ് ജോബ് എന്ന് പറയുന്നു. പ്രിൻ്റ് ചെയ്യുന്നതിന് വരെ ഡോക്യുമെൻറ്റിനെ റെഡിയാക്കുന്നത് വരെയുള്ള പ്രോസസ്സുകളാണ് പ്രീപ്രസ് ജോബിലുള്ളത്. ശേഷം പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് പ്രസ്സിൽ നടക്കുന്ന ആക്ച്വൽ പ്രിൻറ്റിംഗ് ആണ് ഈ സ്റ്റേജിൽ നടക്കുന്നത്. അതിനുശേഷം പോസ്റ്റ് പ്രസ് ജോബ്സ് എന്ന ഒരു ആക്ടിവിറ്റി കൂടി. അങ്ങനെ 3 ആക്ടിവിറ്റികളുള്ളത്. പോസ്റ്റ് പ്രസ് ജോബിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജോലികളെന്ന് പറയുന്നത് അവിടെ പ്രിൻറ്റിങ്, പ്രസ്സിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് വരുന്ന ഡോക്യുമെൻറ്റ് ഷീറ്റുകളെ കൃത്യമായ രീതിയിൽ അസംബിൾ ചെയ്ത്, ഫോൾഡ് ചെയ്ത്, ബൈൻഡ് ചെയ്ത്, കട്ട് ചെയ്ത് ഒരു ഫിനിഷ്ഡ് സ്റ്റേജിലേക്ക് എത്തിക്കുക വരെയാണ് പോസ്റ്റ് പ്രസ് ജോബിനകത്തുള്ള പ്രവർത്തനങ്ങൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പബ്ലിഷിങ്ങിനകത്തുള്ള ആക്ടിവിറ്റികളുടെ ഓരോന്നായിട്ട് നമ്മൾ കാണുന്നത്. ആദ്യം പ്രീപ്രസ് ജോബാണ്. പ്രീപ്രസ് ജോബ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഡെഫിനിഷൻ ഉണ്ട്. പ്രീപ്രസ് ജോബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് മേക്കിംഗ് ദി ഡോക്യുമെൻറ്റ് റെഡി ഫോർ പ്രിൻറ്റിങ്. പ്രിൻ്റ് ചെയ്യുന്നതിന് ഡോക്യുമെൻറ്റിനെ റെഡിയാക്കുകയാണ് പ്രീപ്രസ് ജോബിനകത്ത് നോക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് ദി സ്റ്റേജ് ഓഫ് വർക്ക് ദറ്റ് ഹാപ്പൻസ് ബിറ്റ്വീൻ ദി ഡിസൈനിങ് ഓഫ് ദി പേജ് ലേഔട്ട് അപ് ടു സെൻഡിങ് ദി ബുക്ക് ഫോർ പ്രിൻറ്റിങ് ഇൻ ദി പ്രസ്. ഒരു ഡോക്യുമെൻ്റ് പ്രസ്സിൽ പ്രിൻ്റ് ചെയ്യുന്നതിന് അയക്കുന്നത് വരെ, ഡിസൈൻ ചെയ്യുന്നത് മുതൽ പ്രസ്സിലേക്ക് പ്രിൻ്റ് ചെയ്യാൻ അയക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് പ്രീപ്രസ് ജോബിൽ നടക്കുന്നത്. സോ പ്രീപ്രസ് ഈസ് ദി സ്റ്റേജ് ഓഫ് വർക്ക് ദാറ്റ് ഹാപ്പൻസ് ബിറ്റ്വീൻ ദി ഡിസൈനിങ് ഓഫ് ദി പേജ് ലേഔട്ട് അപ് ടു സെൻഡിങ് ദി ബുക്ക് ഫോർ പ്രിൻറ്റിങ് ഇൻ ദി പ്രസ്. ഇവിടെ ഈ ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക. ഡിസൈനേഴ്സാണ് ഡി ടി പി സോഫ്റ്റ്വെയറുകൾ, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് വ്യത്യസ്തമായ ധാരാളം DTP ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് ഉപയോഗിച്ചിട്ട് പേജ് ലേഔട്ടുകളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ആണ് ഇത് ചെയ്യുക. അതൊരു ലേഔട്ട് ഡിസൈൻ, അതിനകത്തേക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചേർക്കുന്നത് ഇവിടെയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പേജിൽ ആവശ്യമുള്ള ഇമേജുകൾ, ടെക്സ്റ്റുകൾ, അതിൻ്റെ പാരഗ്രാഫ് സെറ്റിങ്സ്, ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ് എല്ലാം പേജ് ലേഔട്ട് ഡിസൈൻ. എന്താ പേജ് ലേഔട്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ? നമുക്കൊരു പേജിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുകയാണ് നമ്മൾ ഈ പേജ് ലേഔട്ട് ഡിസൈനിൽ ചെയ്യാം. നമ്മളതിന് ഉപയോഗിക്കുന്നത് DTP ആപ്ലിക്കേഷനുകളാണ്. DTP എന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. ഈ ഒരു ഫുൾ ഫോം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. DTP ചോദിക്കാൻ സാധ്യത പരീക്ഷിക്കുക. ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്, ക്രിയേഷൻ ഓഫ് പേജ് ലേഔട്ട്സ് ഫോർ ഡോക്യുമെൻറ്റ്സ് യൂസിങ് DTP സോഫ്റ്റ്വെയർ ഇസ് നോൺ ആസ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. DTP സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് പേജ് ലേഔട്ട് ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, പേജ് ലേഔട്ടുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതാനും സോഫ്റ്റ്വെയറുകളുടെ ഉദാഹരണം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രൈബസ്, അഡോബ് ഇൻഡിസൈൻ, ക്വാർക്ക് എക്സ്പ്രസ് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊന്നാണിത്. അതിന് നമ്മൾ ഇത്രയാണ് പ്രീപ്രസ് ജോബിൽ പ്രധാനമായിട്ടും പേജ് ലേഔട്ട് ഡിസൈനാണ് നടക്കുന്നത്. അപ്പോൾ പേജ് ലേഔട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ പേജിനകത്തേക്ക് വരേണ്ട ഒബ്ജക്റ്റുകൾ
കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു. പേജിൻ്റെ ലേഔട്ട്, ഡിസൈൻസ്, അതിൻ്റെ സെറ്റ് ചെയ്യുന്നു. അതിനാവശ്യമായ ഫോണ്ടുകൾ, ആവശ്യമായിട്ടുള്ള ഇമേജുകൾ, ഒബ്ജക്റ്റുകൾ, പ്രത്യേകമായിട്ട് എംഫസിസ് കൊടുക്കേണ്ട രീതികൾ. അപ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് നോക്കിയാൽ നമ്മൾ കാണാം, ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചില പ്രത്യേക ഫോണ്ടുകൾ ഉപയോഗിക്കും. ചിലത് ബോൾഡ് ആയിരിക്കും, ചിലതിന് ഫോണ്ടിന് കളർ കൊടുത്തിട്ടുണ്ടാവും, ചിലത് ബോക്സുകളിൽ കൊടുത്തിട്ടുണ്ടാവും, ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുത്തിട്ട്. ഇതൊക്കെയാണ് ഡിസൈനിങ്ങിനകത്ത് നമ്മൾ വരുന്നത്. അടുത്ത് ഡിസൈനിങ് എന്ന സ്റ്റേജ്. പ്രീ പ്രോസസ്സിൽ നമുക്ക് 4 സ്റ്റെപ്പുകളുണ്ട്, 4 ആക്ടിവിറ്റികൾ പ്രീ പ്രോസസ് സ്റ്റേജിൽ നടക്കുന്നുണ്ട്. ഒന്നാമത്തത് ഡിസൈനിങ്, രണ്ടാമത്തത് പ്രീ ഫ്ലൈറ്റിംഗ്, മൂന്നാമത്തത് ക്രിയേറ്റിംഗ് പ്രൂഫ്, നാലാമത്തത് പ്രിൻറ്റിംഗ് പേജ്. ഇതിലുള്ള ആദ്യം നമ്മൾ ഡിസൈനിങ് എന്താണെന്നാണ്, പ്രീ ഫ്ലൈറ്റിംഗ്, ക്രിയേറ്റിംഗ് പ്രൂഫ്, പ്രിൻറ്റിംഗ് പേജ്. അപ്പം ആദ്യത്തത് ഡിസൈനിങ് ആണ്. ഡിസൈനിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ് ഡിസൈൻ ചെയ്യുന്ന പേജ് ലേഔട്ട് ഡിസൈൻ. അതിലേക്ക് ഒരു പേജിലേക്ക് ആവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റുകൾ, എലമെൻറ്റുകൾ, ഡിസൈൻ എലമെൻറ്റുകളുണ്ട്, എലമെൻറ്റുകളൊക്കെ അറേഞ്ച് ചെയ്യുകയാണ് പേജ് ലേഔട്ട് ഡിസൈൻ എന്ന് ഉദ്ദേശിക്കുക. ഡിസൈനിങ് ഉണ്ട്. പേജ് ലേഔട്ട് ഡിസൈൻ ഡീൽസ് വിത്ത് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് വിഷ്വൽ എലമെൻറ്റ്സ് ഇൻ എ പേജ്. ഒരു പേജിൽ കാണാൻ പറ്റുന്നത് എന്തൊക്കെയുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു പേജിൽ തന്നെയാണെങ്കിൽ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് സെൻട്രലായിട്ട് പ്രീ പ്രസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ ലൈനുകളായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പാരഗ്രാഫുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ 4 ടെക്സ്റ്റുകളെ കുറച്ച് സ്പേസ് കൊടുത്തിട്ട് അതെങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്, എവിടെയൊക്കെ വെക്കുന്നു. അതിനുശേഷം കൊണ്ട് ഹെഡിങ്ങുകളായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിന് ബോൾഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇത് നമ്മൾ അണ്ടർലൈൻ ചെയ്യും, അല്ലെങ്കിൽ അതിന് കളർ മാറ്റി കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസൈനുകൾ. ഇനി ചിത്രങ്ങൾ ചിലപ്പോൾ നമ്മളുടെ ഡോക്യുമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചിത്രങ്ങൾ വെക്കുന്നുണ്ടാകും. അപ്പം ഈ അറേഞ്ച്മെൻറ്റ് ഓഫ് വിഷ്വൽ എലമെൻറ്റ്സ് ഇൻ എ പേജ്, ദറ്റ് ഈസ് ഡിസൈൻ. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഡിസൈൻ എലമെൻറ്റ്സ് ആണ്. അപ്പം ഡിസൈനിങ്ങിൽ നമുക്ക് 2 കാര്യങ്ങളാണ്, എലമെൻറ്റ്സും പ്രിൻസിപ്പിൾസും. നമ്മളാദ്യം എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ഉണ്ട്. നമ്മൾ എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ ഫസ്റ്റ് കാണുന്നു. എലമെൻറ്റ്സ് ഓഫ് ഡിസൈനിലുള്ള 5 കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ലൈൻ, ഷേപ്പ്, കളേഴ്സ്, സ്പേസ്, ടൈപ്പോഗ്രാഫി. ഓരോന്ന് 1 by 1 ആയിട്ട് നമ്മൾ കഴിയുകയാണ്. അപ്പോൾ ആദ്യത്തേത് ലൈനാണ്. വ്യത്യസ്തമായിട്ട് നമ്മൾ ലൈൻ ഉപയോഗിക്കുന്നത്, ഇവിടെ ഒരു ലൈൻ ഉപയോഗിച്ചിട്ടുണ്ട് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി. എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ എന്നുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലേ. ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, സ്പേസിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി 2 രീതി. അതുപോലെ തന്നെ ചിലപ്പോൾ ചില ലൈൻസ് ഉപയോഗിച്ചിട്ട് ആരോ മാർക്ക് ഉപയോഗിക്കും, ലൈൻ ഉപയോഗിച്ചിട്ട് ആരോ മാർക്സ് ഉപയോഗിക്കും. അപ്പോൾ അവിടെയൊക്കെ ആരോ മാർക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ലൈൻ വരുന്നുണ്ട്. 3 ലൈൻ ചേർത്ത് നമ്മൾ ആരോ മാർക്ക് ക്രിയേറ്റ് ചെയ്യും. ഒരു സ്ട്രൈറ്റ് ലൈൻ, 2 സ്ലോപ്പായിട്ടുള്ള 2 ലൈനുകൾ ആംഗിൾ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ അത് വായനക്കാരൻ്റെ ശ്രദ്ധയെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക്, പേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ലൈൻസ് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഡിവൈഡിങ് സ്പേസ് ആൻഡ് ഡ്രോയിങ് ദി ഐ ടു എ സ്പെസിഫിക് ലൊക്കേഷൻ. ആ ഒരു ഡോക്യുമെൻറ്റ് പേജിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ടും അതുപോലെ തന്നെ സ്പേസിനെ ഡിവൈഡ് ചെയ്യാനൊക്കെ ലൈനുകൾ ഉപയോഗിക്കുന്നു. വ്യത്യസ്ത തരം ലൈനുകളുണ്ട്. ഓരോ ലൈനുകൾക്കും ഇവിടെ നമ്മൾ കാണാം ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ട്, വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്, ഡയഗണൽ ലൈൻസ് ഉണ്ട്. വേവി ഡയഗണൽ ലൈൻസ് വേവി ഫോമിൽ കൊടുത്തു. അപ്പം ഒരു ഹൊറിസോണ്ടൽ ലൈന് ഓരോ ലൈനുകൾക്കും പ്രത്യേക ഭാവങ്ങളാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഡിഫറെൻറ്റ് മൂഡ്സ്. ഹൊറിസോണ്ടൽ ലൈനുകൾ ഒരു കാംനെസ്, ക്വയറ്റ്നെസ്സിനെ സൂചിപ്പിക്കുന്നു. ഇനി വെർട്ടിക്കൽ ലൈനുകളാണെങ്കിൽ മൂവ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നു, ചലനം മുന്നോട്ടുള്ള. അതിൽ നമ്മൾ ഡയഗണൽ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റിനെ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മൂഡുകളാണ് ലൈനുകൾ ക്രിയേറ്റ് ചെയ്യുക. അത് പ്രധാനമായിട്ടും സ്പേസ് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയും അറ്റൻഷൻ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക്, ഒരു ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ആണ് ഉപയോഗിക്കുക. രണ്ടാമത്തെ എലമെൻറ്റ് നമ്മൾ കാണുന്നത് ഷേപ്പാണ്. ഷേപ്പ് വ്യത്യസ്ത ഷേപ്പുകളുണ്ട്. ഓർഗാനിക് ഷേപ്സ് എന്നും ജോമെട്രിക് ഷേപ്പ് എന്നൊക്കെ പറയാം. ഷേപ്പുകൾ നമുക്ക് അങ്ങനെ തിരിക്കാം. ഓർഗാനിക് ഷേപ്പ്, ജോമെട്രിക് ഷേപ്പ് നമ്മൾ ജോമെട്രി പഠിച്ചിട്ടുണ്ടാകും സ്കൂളിൽ, മാത്തമാറ്റിക്സിനകത്ത് പഠിക്കും അല്ലേ. വ്യത്യസ്ത ഷേപ്പുകളുണ്ട്. സർക്കിൾ, എലിപ്സ്, ട്രയാങ്കിൾ, സ്ക്വയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ജോമെട്രിക് ഷേപ്പ്. ഇനി ഓർഗാനിക് ഷേപ്പുകളുണ്ട്. ഒരു ഇലയുടെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം പൊട്ടറ്റോ മുറിച്ചിട്ട് നമ്മൾ ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്ക മുറിച്ച് നമ്മൾ അത് പെയിൻറ്റിൽ മുക്കിയിട്ട് നമുക്കൊരു ഷേപ്പ് കിട്ടും. ഓർഗാനിക് ഷേപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഓർഗാനിക് ഷേപ്പ് എന്ന് പറയും. ജോമെട്രിക് ഷേപ്പുകളുണ്ട്. അപ്പം ഷേപ്പ്
ഓർഗാനിക്കും ജോമെട്രിക്കും ഉണ്ട്. ഇത് നമ്മുടെ ചില ഭാഗങ്ങൾ നമ്മുടെ ടെക്സ്റ്റിനകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു ചെറിയ റെക്ടാങ്കിൾ ഷേപ്പിൽ കുറച്ച് ഭാഗങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുത്തിട്ട് പ്രത്യേക ഒന്ന് പ്രാധാന്യം കൂടുതൽ കിട്ടാൻ വേണ്ടി, എംഫസൈസ് ചെയ്യാൻ വേണ്ടി ചില ഭാഗങ്ങൾ ഒരു പേജിലുള്ള പ്രത്യേക ഭാഗങ്ങൾ എടുത്ത് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ഷേപ്പുകൾ ഉപയോഗിക്കും. അതുപോലെ ഈ ഷേപ്പുകൾ നമ്മൾ തിരിച്ചറിയുന്നത് അതിൻ്റെ ബൗണ്ടറി വെച്ചിട്ടാണ്. അതുപോലെ ലൈനോ അല്ലെങ്കിൽ കളറോ ഉണ്ടായിരിക്കും, ബോർഡർ ലൈനുകൾ ഉണ്ടായിരിക്കും ഷേപ്പുകൾക്ക്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലൊരു റെക്ടാങ്കിൾ ഷേപ്പിൽ കളർ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള വ്യത്യസ്ത ഷേപ്പുകൾ നമ്മൾ കാണാം. സർക്കിളുണ്ട്, ഓവൽ ഷേപ്പുകളുണ്ട്, അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പുകൾ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, ട്രപ്പീസിയം, റോംബസ്, പാരലലോഗ്രാം ഒക്കെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്ക്വയർ, റെക്ടാങ്കിൾ, പെൻറ്റഗൺ, ഹെക്സഗൺ, അങ്ങനെ വ്യത്യസ്തതരം ഷേപ്പുകളുണ്ട്. ഷേപ്പുകൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ കളർ ഉപയോഗിച്ചിട്ടുണ്ട്. കളർ എന്ന് പറയുമ്പോൾ നമ്മളിനി അടുത്ത മൂന്നാമത്തെ എലമെൻ്റാണ് കളേഴ്സ്. ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ടു, ഒന്നാമത്തെ എലമെൻ്റ് ആയിരുന്നു ലൈൻ. ഇവിടെയെല്ലാം ഈ ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 3 ലൈനുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ 2 കാര്യങ്ങൾ ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ലൈനുകളും ഉപയോഗിച്ചിട്ടുണ്ട്, കളറും ഉപയോഗിച്ചിട്ടുണ്ട്. കളേഴ്സ് എന്ന് പറയുന്നത് അടുത്ത എലമെൻ്റാണ്, മൂന്നാമത്തെ എലമെൻ്റാണ് കളേഴ്സ്. നമുക്കിതെല്ലാം ഈ എലമെൻറ്റുകളെല്ലാം ഇൻഡിവിജ്വലായിട്ടോ കമ്പൈൻ ചെയ്തിട്ടോ ഒക്കെ ഉപയോഗിക്കാം. ഒന്നാമത്തെ കളേഴ്സ് ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് നോട്ടീസബിൾ എലമെൻറ്റ്, ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ഡിസൈനാണ് കളർ. കളറില്ലാതെ നമ്മളൊരു മോണോക്രോമായി ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനേക്കാൾ ഡോക്യുമെൻ്റ് കളർഫുൾ ആകുമ്പോൾ അത് കൂടുതൽ അട്രാക്റ്റീവ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ് കളർ എന്ന് പറയുന്നത്. കളറിനെ നമുക്ക് സ്റ്റാൻഡ് അലോൺ ഒറ്റയ്ക്കായിട്ടോ സെപ്പറേറ്റ് ആയിട്ട് നിർത്തുകയോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കുകയോ മറ്റ് എലമെൻറ്റുകളിൽ അപ്ലൈ ചെയ്യുകയോ ചെയ്യാം. ലൈനുകൾക്ക് കളറുള്ള ലൈനുകൾ ഉപയോഗിക്കാം. ഷേപ്പുകൾക്കുള്ളിൽ കളർ ഫിക്സ് ചെയ്ത് കൊടുക്കാം, കളർ ഫില്ല് ചെയ്ത ഷേപ്പുകൾ കൊടുക്കാം. നിങ്ങൾ കാണുക ഷേപ്പുകൾ ഇത് നമുക്കൊരു പർട്ടിക്കുലർ ഏരിയയെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ടൈപ്പോഗ്രാഫി എന്ന് പറഞ്ഞാൽ അടുത്ത നമ്മൾ 5ാമത്തെ ഡിസൈൻ ടൈപ്പോഗ്രാഫി ഉണ്ട്. 5ാം എലമെൻറ്റ്സ് ടൈപ്പോഗ്രാഫിയാണ്. അത് നമ്മൾ കാണും. ടെക്സ്ചറുകൾ, ടൈപ്പോഗ്രാഫി, ഷേപ്പ്, ലൈനുകൾക്കൊക്കെ നമുക്ക് കളർ ഉപയോഗിക്കാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടീസബിൾ ആയിട്ടുള്ളൊരു എലമെൻ്റാണ് കളർ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ സ്പേസാണ്. സ്പേസ് എന്താ സ്പേസ് എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ കാണുന്നത് ഇത് സ്പേസാണ്. ഇവിടെ നമ്മൾ സ്പേസ്, ഇവിടെയൊക്കെ സ്പേസുകളുണ്ട്. ഇത് നമ്മൾ ഫില്ല് ചെയ്തിട്ടിരിക്കുന്നു. ഇവിടെയൊക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് സ്പേസ് കൊടുക്കുന്നത് റീഡബിലിറ്റി വർദ്ധിപ്പിക്കും. സ്പേസ് എന്ന് പറയുന്ന ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റാണ്. വേർ യു ക്യാൻ ഫിൽ ഒബ്ജക്ട്സ് ഓർ ലീവ് ഇറ്റ് ആസ് എം ഡി. ഇതിൽ നമുക്ക് ഒബ്ജക്റ്റുകളെ വെക്കുന്നതിനോ അല്ലെങ്കിൽ എം ഡി ആയിട്ട് വെക്കുന്നതിനോ സാധിക്കുന്ന 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റാണ് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ഒന്നുമില്ലാത്ത ഒരു ഏരിയ, വൈറ്റ് സ്പേസ് ഇസ് ദി ഏരിയ ഇൻ എ ഡോക്യുമെന്റ് വേർ ദർ ഈസ് നോ ടെക്സ്റ്റ് ഓർ ഗ്രാഫിക്സ്, ഒന്നും ഇല്ല. അപ്പോൾ ഇത് നമ്മളൊരു 2 ഡയമെൻഷണൽ ഇമേജിൽ നമ്മൾ സ്പേസ് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനൊരു ഇല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു 3 ഡയമെൻഷണൽ ഇമേജിൻ്റെ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ സഹായിക്കും. സ്പേസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓൾസോ 3 ഡയമെൻഷണൽ വോളിയം ദറ്റ് ക്യാൻ ബി എംപ്റ്റി ഓർ ഫിൽഡ് വിത്ത് ഒബ്ജക്ട്സ്. ഇതിന് വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത് ഉണ്ട്. അതൊരു നമ്മളൊരു 2 ഡയമെൻഷണൽ ഇമേജിലേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് സ്പേസ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് എൻ ഇല്യൂഷൻ ഓഫ് 3 ഡയമെൻഷൻ ഇൻ എ 2 ഡയമെൻഷണൽ പെയിൻറ്റിങ്. ഒരു 2 ഡയമെൻഷണൽ പെയിൻറ്റിങ് നമുക്ക് 2 ഡയമെൻഷണൽ പെയിൻറ്റിങ്ങിൽ നമുക്കൊരു ഫോട്ടോയിൽ ഒരു 3 ഡയമെൻഷണൽ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സ്പേസ് ഉപയോഗിച്ചിട്ട് സാധിക്കും. 5ാമത്തത് ടൈപ്പോഗ്രാഫി. Typography is the art and technique of arranging types or letters, or it is also known as font. The art and technique of arranging type or type is also known as letters. അക്ഷരങ്ങളെ അറേഞ്ച് ചെയ്യുന്നു. അതിൻ്റെ ഒരു കലാപരമായ രീതിയിൽ അത് അറേഞ്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. വ്യത്യസ്ത തരം ഫോണ്ടുകളുണ്ട്, വ്യത്യസ്ത തരം ലെറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഫോണ്ടുകൾ എന്ന് പറയുന്നത്. അക്ഷരങ്ങളെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നതിന് വേണ്ടി, റീഡബിൾ ആക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത തരം ഫോണ്ടുകൾ ഉപയോഗിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഈ ടെക്നിക്കിന്, ഈ ആർട്ടിനെയാണ് ദി ആർട്ട് ആൻഡ് ടെക്നിക് ഓഫ് അറേഞ്ചിങ് ഫോണ്ട് ഇസ് നോൺ ആസ് ടൈപ്പോഗ്രാഫി. We use typography to make written language readable and beautiful. കൂടുതൽ എളുപ്പത്തിൽ വായിക്കാൻ കൂടുതൽ സുഖകരമാക്കുന്നതിനും മനോഹരമാക്കുന്നതിനുമായിട്ട് നമ്മൾ അക്ഷരങ്ങളെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെയാണ്, ആർട്ടിനെയാണ് നമ്മൾ ടൈപ്പോഗ്രാഫി എന്ന് പറയുന്നത്.
ഇവിടെ നമ്മൾ അക്ഷരങ്ങളാണ് അല്ലെങ്കിൽ ഫോണ്ടുകൾ പറയുന്നത്. ഫോണ്ടുകൾ നമ്മൾ 2 തരം തിരിച്ചിട്ടുണ്ട്, സെറിഫ് ആൻഡ് സാൻസ് സെറിഫ്. സെറിഫ് ഫോണ്ടുകളുണ്ട്, സാൻസ് സെറിഫ് ഫോണ്ടുകളുണ്ട്. 2 സ്റ്റൈൽസ്. ഒന്നാമത്തത് സാൻസ് സെറിഫ്. സാൻസ് സെറിഫ് ഫോണ്ട് സ്റ്റൈലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ഫീറ്റ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ഏരിയൽ, തഹോമ ആൻഡ് വർദ്ധാന. 3 എക്സാമ്പിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ പേരുകൾ ഓർത്തിരിക്കുക. ദെൻ സാൻസ് സെറിഫ് എന്ന് പറഞ്ഞാൽ സ്റ്റൈൽ ഓഫ് ഫോണ്ട് വിത്തൗട്ട് ഫീറ്റ്. ഈ ഓരോ അക്ഷരങ്ങളുടെയും താഴെ ഭാഗത്തോ അല്ലെങ്കിൽ മുകൾ ഭാഗത്തോ ഒരു എക്സ്റ്റൻഷൻ, ഒരു പരന്ന ഭാഗം നമ്മൾ കാണും. അടുത്ത് കാണുമ്പോൾ നമുക്ക് സെറിഫ് ഫോണ്ടുകളെ കുറിച്ച് കാണുമ്പോൾ നമ്മൾ കാണാം. സെറിഫ് ഫോണ്ട്, ഇത് സെറിഫ് ഫോണ്ടാണ്. ഏരിയൽ ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്ന ഒരു സെറിഫ് ഫോണ്ടാണ്. ഈ ഫോണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ടിൻ്റെ പേര് ഇത് ടൈംസ് ന്യൂ റോമനിൽ ചെയ്തതാണിത്. ഇത് ഏരിയൽ എന്ന ഫോണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏരിയൽ ഫോണ്ടുകൾ എന്തുതരം ഫോണ്ടുകളാണ്? സാൻസ് സെറിഫ് ഫോണ്ടാണ് ഏരിയൽ ഫോണ്ട്. അതിന് എന്തില്ല? ഫീറ്റ് ഉണ്ടാവില്ല. ഇനി ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്നത് സെറിഫ് കാറ്റഗറിയിൽ വരുന്ന ഫോണ്ടാണ്. അതിന് ലിറ്റിൽ ഫീറ്റ് ഉണ്ടാവും. അടിയിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ നോക്കിയാൽ അവിടെ കാണാം ചെറിയൊരു വര ഈ സൈഡിലുണ്ട്. എസിൻ്റെ തുടക്കത്തിലും അവസാനത്തെ ഭാഗത്തുമുണ്ട്. ഇവിടെ ആറിന് അടിയിലുണ്ട്, ഐയുടെ അടിയിലുണ്ട്, എഫിന് അടിയിലുണ്ട് കുറച്ചൊരു ഫീറ്റ്, ലിറ്റിൽ ഫീറ്റ് സ്റ്റൈൽ ഓഫ് ഫോണ്ട്. ഇത് കുറച്ചും കൂടെ വ്യക്തമാണ്. നമ്മുടെ അടുത്ത സ്ലൈഡിൽ നമുക്ക് സെറിഫും സാൻസ് സെറിഫും, സെറിഫ് ഫോണ്ട്സ്. അപ്പം സാൻസ് സെറിഫ് എന്ന് പറഞ്ഞാൽ സ്റ്റൈൽ ഓഫ് ഫോണ്ട് വിത്തൗട്ട് ഫീറ്റ്. ആൻഡ് സെറിഫ് ഫോണ്ട് ഈസ് വിത്ത് ലിറ്റിൽ ഫീറ്റ്. ചെറുതിന് ഫീറ്റ് ഉണ്ട്. സാൻസ് സെറിഫ് 2 വാക്കുകളുണ്ട്, അവിടെ വിത്തൗട്ട് ഫീറ്റ്. എക്സാമ്പിൾസ് ഓർത്തിരിക്കുക: ഏരിയൽ, തഹോമ ആൻഡ് വർദ്ധാന. എക്സാമ്പിൾ അതിനോട് ശരിക്കും നിങ്ങൾ കൃത്യമായിട്ട് കാണാം. ഇതാണ് ഫീറ്റ് എന്ന് പറയുന്നത്, ലിറ്റിൽ ഫീറ്റ്, വിത്ത് ലിറ്റിൽ ഫീറ്റ്. സെറിഫ് ഫോണ്ട്സ്, the style of font with little feet, and sans serif font is the style font without feet. An example, Arial with Times New Roman. Arial കൂടെ നമുക്ക് ഏതൊക്കെയുണ്ട്? ഏരിയൽ, തഹോമ ആൻഡ് വർദ്ധാന, ടൈംസ് ന്യൂ റോമൻ, ഗാർമെൻ്റ് ആൻഡ് പലാറ്റിനോ. അത് നമുക്ക് ധാരാളം ഇതുപോലുള്ള ഫോണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ 5 എലമെൻറ്റുകളെ കുറിച്ച് കണ്ടു. എന്തൊക്കെയായിരുന്നു 5 എലമെൻറ്റുകൾ? എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ: ലൈൻ, ഷേപ്പ്, കളർ, സ്പേസ് ആൻഡ് ടൈപ്പോഗ്രഫി. ലൈൻ എന്ന് പറഞ്ഞാൽ ലൈൻ ഈസ് യൂസ്ഫുൾ ഫോർ ഡിവൈഡിങ് സ്പേസ് ആൻഡ് ഡ്രോയിങ് ദി ഐ ടു സ്പെസിഫിക് ലൊക്കേഷൻ. വ്യത്യസ്ത ലൈനുകളുടെ ഓരോ ലൈനുകളും വ്യത്യസ്ത മൂഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. പാരലൽ ലൈൻസ്, ഹൊറിസോണ്ടൽ ലൈൻസ്, വെർട്ടിക്കൽ ലൈൻസ്, ഡയഗണൽ ലൈൻസ്. ഹൊറിസോണ്ടൽ ലൈൻ ഒരു കാം ക്വയറ്റ് മൂഡ് ഉണ്ടാകുമ്പോൾ വെർട്ടിക്കൽ ലൈൻസ് എന്ത് ചെയ്യുന്നു? സ്ട്രോങ് ആയിട്ട് നമ്മളെ മൂവ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നു. ദെൻ ഷേപ്പുകളുണ്ട്, വ്യത്യസ്ത തരം ഷേപ്പുകൾ, ഓർഗാനിക് അല്ലെങ്കിൽ ജോമെട്രിക് ഷേപ്സ്. ഷേപ്പുകൾ ഉപയോഗിക്കുന്നു. ഒരു പ്രത്യേക ഭാഗം, ഡോക്യുമെൻ്റ് ഒരു പ്രത്യേക ഭാഗം എംഫസൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഷേപ്പുകൾ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ ബൗണ്ടറി ഉണ്ട്. ലൈൻ അല്ലെങ്കിൽ കളർ ഉപയോഗിച്ചിട്ട് അതിനെ വ്യക്തമാക്കുന്ന വ്യത്യസ്ത തരം ഷേപ്പുകൾ നമുക്ക് അവൈലബിളാണ്. ഒരു പ്രത്യേക ഭാഗത്തെ എടുത്തു കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. കളേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സ്. ഇത് വൺ ഓഫ് ദി മോസ്റ്റ് നോട്ടീസബിൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ഡിസൈൻ ആണ് കളർ. പെട്ടെന്ന് തന്നെ നമുക്കതിനെ കളർഫുള്ളായിട്ടുള്ള ഭാഗം നമ്മളെ പെട്ടെന്ന് ശ്രദ്ധിക്കും. കളറുകളെ നമുക്ക് മറ്റ് എലമെൻറ്റുകളോട് ചേർത്ത് ഉപയോഗിക്കാം, സ്റ്റാൻഡ് അലോണായിട്ട് ഉപയോഗിക്കാം, ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റ് എലമെൻറ്റുകൾ ലൈക്ക് ലൈൻ, ഷേപ്പ് ഇതിനോട് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കളറുകൾ ഉപയോഗിക്കാം. ദെൻ സ്പേസ് എന്ന് പറയുന്നൊരു 3 ഡയമെൻഷണൽ ഏരിയയാണ്. അതിന് ഹൈറ്റും വിഡ്ത്തും ഡെപ്തും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു. ഇനി വൈറ്റ് സ്പേസ് ഏരിയ എന്ന് പറയുന്നത് വേർ ദർ ഇസ് നോ ടെക്സ്റ്റ് ഓർ ഗ്രാഫിക്സ്. അപ്പോൾ സ്പേസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 3 ഡയമെൻഷണൽ ഇല്യൂഷൻ, 2 ഡയമെൻഷണൽ പിക്ചറിലെ പെയിൻറ്റിങ്ങിൽ ഒരു 3 ഡയമെൻഷണൽ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പേസ് ഉപയോഗിക്കാം. 5ാമത്തേത് ടൈപ്പോഗ്രഫിയാണ് നമ്മൾ കണ്ടത്. ടൈപ്പോഗ്രഫി വൺ ഓഫ് ദി ആർട്ട് ആൻഡ് ടെക്നിക് ഓഫ് അറേഞ്ചിങ് ലെറ്റേഴ്സ്, ടൈപ്സ് ഓർ ഫോണ്ട് ടു മേക്ക് റിട്ടൺ ലാംഗ്വേജ് റീഡബിൾ ആൻഡ് ബ്യൂട്ടിഫുൾ. ടൈപ്പോഗ്രഫിയിൽ ഫോണ്ടുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, ലെറ്റേഴ്സിനാണ്. ഈ ടൈപ്പുകൾ നമ്മൾ 2ആയിട്ട് ജനറലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സെറിഫ് ഫോണ്ടുകളെന്നും സാൻസ് സെറിഫ് ഫോണ്ടുകളും. സാൻസ് സെറിഫ് ഫോണ്ടുകൾ വിത്തൗട്ട് ഫീറ്റാണ് എൻ്റെ സ്റ്റൈല്. ഏരിയൽ, തഹോമ ആൻഡ് വർദ്ധാന. സെറിഫ് ഫോണ്ടുകളുണ്ട്, സ്റ്റൈൽ ഓഫ് ഫോണ്ട്സ് വിത്ത് ലിറ്റിൽ ഫീറ്റ്. അവിടെ നമ്മൾ ടൈംസ് ന്യൂ റോമൻ, ഗാർമോട്ട് ആൻഡ് പലാറ്റിനോ. ഓക്കെ, സെറിഫ് ആൻഡ് സാൻസ് സെറിഫ്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു. അവിടെ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈനാണ്. നമ്മൾ ആദ്യം ഇപ്പോൾ കഴിഞ്ഞത് എന്താ? എലമെൻറ്റ്സ് ഓഫ് ഡിസൈനാണ്. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പഠിച്ച 5 എലമെൻറ്റുകളുണ്ട്. ഏകദേശം 5 നമ്മൾ കണ്ടത്. വേറെയും എലമെൻറ്റുകൾ ഇനിയും ധാരാളം ഡിസൈൻ എലമെൻറ്റുകൾ ഇനിയുമുണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം
അത് ഈ 5 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ എലമെൻറ്റുകളെ എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുകയോ അറേഞ്ച് ചെയ്യുകയോ, ഇറ്റ് ഈസ് ദി ഐഡിയ ടു അറേഞ്ച്, ഐഡിയ യൂസ്ഡ് ടു അറേഞ്ച് or organized elements of design. So based on the principles of design, we are arranging elements on the document. നമ്മുടെ ഡോക്യുമെൻറ്റിൽ നമ്മളോരോ ഈ ലൈന്, ഷേപ്പ്, കളറ്, ടൈപ്പോഗ്രഫി, ഫോണ്ടുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് based on these principles. So these are the concept or idea. Principles are concepts or idea used to organize or arrange the elements of design. 5 നമ്മളൊരു 6ഓളം പ്രിൻസിപ്പിളുകളാണ് കാണുന്നത്. ബാലൻസ്, റിപ്പറ്റീഷൻ, കോൺട്രാസ്റ്റ്, ഹാർമണി, യൂണിറ്റി ആൻഡ് ഡൊമിനൻസ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ആർ ബാലൻസ്, റിപ്പറ്റീഷൻ, കോൺട്രാസ്റ്റ്, ഹാർമണി, യൂണിറ്റി ആൻഡ് ഡൊമിനൻസ്. നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നു. ജസ്റ്റ് പേരുകൾ പഠിക്കുക. ഈ വാക്കുകൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ആദ്യത്തെ അക്ഷരങ്ങൾ ഉപയോഗിച്ചൊരു വാക്കുണ്ടാക്കി സൂക്ഷിക്കാം. നമുക്ക് BRCHQD D BRUCH ഡി ബ്രച്ച് എന്നൊരു വാക്ക് വേണം നമുക്ക് നോക്കാം. ഡി ഇടുക, ദെൻ BRUCH ബ്രച്ച്, ഡി ബ്രച്ച്. D for dominance, B for balance, R for repetition, U for unity, C for contrast, H for harmony. അങ്ങനെ വാക്കുണ്ടാക്കി നമ്മൾ ഡി ബ്രച്ച് എന്ന് പറഞ്ഞിട്ട് ആറിന് ഓർമ്മയിൽ വെക്കാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, നമ്മൾ 1 by 1 ആയിട്ട് എന്താണ് ബാലൻസ്? ബാലൻസ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ കളർ ഉപയോഗിച്ചു. നമ്മളിവിടെ ഒരു എന്തുപയോഗിച്ചിട്ടുണ്ട്? 2 എലമെൻറ്റുകൾ നമ്മളിവിടെ ഉപയോഗിച്ചു. 3 എലമെൻറ്റ്സ് അല്ലേ? ഒന്ന് കളറാണ്, ഒന്ന് ലൈൻ ഉപയോഗിച്ചു, ടൈപ്പോഗ്രാഫി, ഫോണ്ട്, 3 കാര്യങ്ങൾ നമ്മൾ എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ. ഇത് നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ വെച്ച് ബാലൻസ്. ഇതൊരു ബേസ്ഡ് പ്രിൻസിപ്പിൾ. ഇതിനെ നമുക്ക് സെൻട്രൽ അലൈൻ ചെയ്യാം. അപ്പം എവിടെ അറേഞ്ച് ചെയ്യണമെന്ന് ഇതിൻ്റെ ബാലൻസ്. അപ്പം ഒന്നാമത്തെ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ distribution of visual weight of object. Color balance is the distribution of visual weight of objects, color, texture and space. Visual weight നമ്മൾ കാണുമ്പോൾ എങ്ങനെ അതിനെ നമ്മളുടെ പേജിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 തരം ബാലൻസ് ഉണ്ട്, ഫോർമൽ ബാലൻസും ഇൻഫോർമൽ ബാലൻസും. എൻ്റെ എക്സാമ്പിൾ ആ ചിത്രം കാണുമ്പോൾ നമുക്ക് പ്രത്യേകം കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ബാലൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വിഷ്വൽ വെയ്റ്റ്സ്. ഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്. ഇൻഫോർമൽ കുറച്ചുകൂടി ഡൈനാമിക്കാണ് എന്ന് പറയും. അപ്പം ഇത് ഫോർമലാണെങ്കിൽ ഒരു പേജിൽ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റിൽ ഇതിൻ്റെ 2 വശങ്ങളും ഒരേപോലെ സിമെട്രിക്കലി അറേഞ്ച്ഡ് ആയിരിക്കും. ബാലൻസ് ഇൻഫോർമൽ ആയിരിക്കുമ്പോൾ അത് സിമെട്രിക് ആയിരിക്കില്ല, നോട്ട് എക്സാക്ട്ലി സിമെട്രിക്. അതിൽ കൂടുതൽ ഡൈനാമിക് ആയിട്ടുള്ളത്, അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഇൻഫോർമൽ ബാലൻസ് ആണ്. ഫോർമൽ ബാലൻസിനേക്കാൾ കൂടുതൽ ഡൈനാമിക് അല്ലെങ്കിൽ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഇൻഫോർമൽ ബാലൻസ് ആണ്. ജസ്റ്റ് 2 ചിത്രങ്ങൾ നമ്മൾ നോക്കാം. ഇത് ഫോർമൽ ബാലൻസ് ആണ്, ഇത് ഇൻഫോർമൽ ബാലൻസ് ആണ്. ഇത് കുറച്ചും കൂടി കൂടുതൽ ഇവിടെ ഒരു 2 പ്രത്യേകിച്ച് നമുക്കൊരു കൂടുതൽ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ വരുമ്പോഴേക്ക് ഇതിൻ്റെ ഈ പേജിൻ്റെ 2 വശങ്ങൾ ഇത് വിഷ്വൽ വെയിറ്റ് കൂടുതൽ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ നമ്മുടെ അട്രാക്ഷൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരും. പിന്നെ ഇത് കാണാൻ കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പം ഇത് കൂടുതൽ, അതുകൊണ്ടാണ് ഇതിനെ ഇത് കൂടുതൽ ഡൈനാമിക് ആണെന്ന് പറയാം. ഇൻഫോർമൽ ബാലൻസ് ഇസ് മോർ ഡൈനാമിക് ദാൻ ഫോർമൽ ബാലൻസ്. ഇറ്റ് ഈസ് ദി distribution of the visual weights of objects. ഇവിടെ ഒബ്ജക്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഇങ്ങോട്ടേക്ക് കൂടുതൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ 2 ഭാഗത്തേക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു വിഷ്വൽ വെയിറ്റ്. ഇവിടെ ഒരു ഭാഗത്തേക്ക് കൊടുക്കുന്നു. ഇത് സിമെട്രിക് അല്ല, എക്സാക്ട്ലി സിമെട്രിക് ആയിട്ട് കൊടുത്തിട്ടില്ല. ഇവിടെ സിമെട്രിക് ആയിട്ട് വിഷ്വൽ വെയിറ്റ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സാക്ട്ലി സിമെട്രിക് അല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് കൂടുതൽ
ആക്ഷൻ കൂടുതൽ തോന്നും, അതുപോലെ ഇതിന് നമ്മൾ കൂടുതൽ ഡൈനാമിക്കാണ് എന്ന് പറയാം. രണ്ടാമത്തേത് റിപ്പീറ്റേഷനാണ്. റിപ്പീറ്റേഷൻ നമ്മൾ ഒരു ഡിസൈൻ എലമെൻറ്റുകൾ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് പാറ്റേണുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അത് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് യൂണിറ്റി ഉണ്ടാവും. ഇമേജിൽ നമുക്ക് യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ യൂണിറ്റി റിപ്പീറ്റേഷനുമായിട്ടും ഹാർമണിയായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ യൂണിറ്റി നമ്മളിനി കാണും. റിപ്പീറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു പാറ്റേൺ. അപ്പം നമ്മളുടെ വർക്കിനെ കൂടുതൽ അട്രാക്റ്റീവായിട്ട് ആക്റ്റീവ് ആക്കുന്ന ഇത് റിപ്പീറ്റേഷൻ കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പം റിപ്പീറ്റേഷൻ നമ്മൾ എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ, ലൈനുകൾ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഷേപ്പുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കും. അത് രണ്ട് രീതിയിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റേഷൻ വിത്ത് വേരിയേഷൻ ആൻഡ് വിത്തൗട്ട് വേരിയേഷൻ. അപ്പം വേരിയേഷനോട് കൂടിയുള്ള റിപ്പീറ്റേഷൻ വളരെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്, കൂടുതൽ അട്രാക്റ്റീവാണ്. വിത്തൗട്ട് വേരിയേഷൻ, ഒരേ ഷേപ്പിൽ, വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന എലമെൻറ്റുകളുടെ സൈസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. വ്യത്യസ്ത സൈസുകളിലുള്ള എലമെൻറ്റുകൾ, ഒരേ ഒബ്ജക്റ്റ് ആയിരിക്കും, പക്ഷേ അതിന് സൈസ് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചിത്രം നമ്മൾ കാണുന്നത്. വിത്തൗട്ട് വേരിയേഷൻ റിപ്പീറ്റേഷൻ ഒരു ഡള്ളായിരിക്കും, അല്ലെങ്കിൽ മൊണോട്ടണസ്. എല്ലാ ഒബ്ജക്റ്റുകൾക്കും ഒരേ സൈസ്, അപ്പോൾ നമുക്കത് കാണാനൊരു അട്രാക്ഷൻ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കാം. ഇത് ആണ് റിപ്പീറ്റേഷൻ വിത്തൗട്ട് വേരിയേഷൻ. ദിസ് ഈസ് റിപ്പീറ്റേഷൻ വിത്ത് വേരിയേഷൻ. ഇവിടെ ഉപയോഗിച്ചിരുന്ന ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പാണ്, ഒരു ഓർഗാനിക് ഷേപ്പാണ്. ഒരു ബട്ടർഫ്ലൈ ഷേപ്പുണ്ട്, അത് വ്യത്യസ്ത സൈസുകളിലുള്ള മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും, കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് റിപ്പീറ്റേഷൻ വിത്തൗട്ട് വേരിയേഷൻ. ഇതുപോലെ നമുക്ക് പാറ്റേണുകൾ, ലൈൻ ഉപയോഗിച്ചിട്ടൊക്കെ വ്യത്യസ്തമായ പാറ്റേണുകൾ റിപ്പീറ്റ് ചെയ്ത് ലൈൻസ് ഉപയോഗിച്ചിട്ട് പാറ്റേണുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് കോൺട്രാസ്റ്റ് ആണ്. കോൺട്രാസ്റ്റ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടി വിയിലൊക്കെ ഇമേജുകൾ അല്ലെങ്കിൽ ചിത്രം നമ്മൾ കഴിഞ്ഞ വർഷം ജിമ്പിൽ നമ്മൾ പഠിച്ചു. കോൺട്രാസ്റ്റ്, കളർ ബാലൻസ്, കളറ് അവിടെ കോൺട്രാസ്റ്റ് ഒക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നു. ഇവിടെ കോൺട്രാസ്റ്റ് ആയിട്ട് ചെറിയ സമയമുണ്ടെങ്കിലും കളറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. കൂടുതലും കളറ് മാത്രമല്ല ഇവിടെ ഉപയോഗിക്കുക, കളറുമുണ്ട്. വ്യത്യസ്ത തരം ഒപ്പോസിറ്റ് എലമെൻറ്റുകളുടെ അസോസിയേഷനെയാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. കോൺട്രാസ്റ്റ് ഈസ് ദി അസോസിയേഷൻ ഓഫ് ഒപ്പോസിങ് elements like opposite color, tone or direction. ഓപ്പോസിറ്റ് കളറുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അല്ലെങ്കിൽ ഡാർക്ക് ആൻഡ് ലൈറ്റ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത തരങ്ങൾ, ലൈറ്റ് ആൻഡ് ഡാർക്ക് കളേഴ്സ്. എക്സാമ്പിൾ പറയുന്നത് നമുക്ക് സ്മൂത്ത് ആൻഡ് റഫ് ടെക്സ്ചേഴ്സ്, ലാർജ് ആൻഡ് സ്മോൾ ഷേപ്സ്. ഇതാണ് നമ്മൾ ഒപ്പോസിങ് എലമെൻ്റ് എന്ന് ഉപയോഗിക്കാം. ഓപ്പോസിറ്റ് കളറുകൾ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈസുകൾ, ഇതിനൊക്കെ തമ്മിലുള്ള ഒരു അസോസിയേഷനാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ഡാർക്കും ഷെയ്ഡായിട്ടുള്ള കളറുകൾ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ കോൺട്രാസ്റ്റ് ഈസ് ദി അസോസിയേഷൻ ഓഫ് ഒപ്പോസിറ്റ് എലമെൻറ്റ്സ് ലൈക്ക് ഓപ്പോസിറ്റ് കളേഴ്സ്. ടോൺ, വ്യത്യസ്ത ടോണുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ കളറിൻ്റെ വ്യത്യസ്ത വേരിയേഷൻ വരും. ഇപ്പോൾ റെഡ് ആണെങ്കിൽ ഡാർക്ക് റെഡ്, ലൈറ്റ് റെഡ്, അതിനിടയ്ക്ക് ഇങ്ങനെ കുറേ വ്യത്യസ്ത തരം റെഡുകളുണ്ടാവും. അപ്പം അത് തമ്മിൽ അടുത്തടുത്ത അസോസിയേഷൻ ചേർത്ത് വെക്കുന്നതാണ് കോൺട്രാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നമ്മളുണ്ട്, ലൈറ്റും ഡാർക്കും കളറുകൾ തമ്മിലുള്ള അസോസിയേഷൻ, അല്ലെങ്കിൽ സ്മൂത്ത് ആൻഡ് റഫ് ടെക്സ്ചേഴ്സ് തമ്മിലുള്ള അസോസിയേഷൻ, ലാർജ് ആൻഡ് സ്മോൾ ഷേപ്പുകൾ തമ്മിലുള്ള അസോസിയേഷൻ. ഞാൻ നമ്മളടുത്തത് ഹാർമണി എന്ന പ്രിൻസിപ്പിളാണ്. ഹാർമണി ഇസ് ദി വിഷ്വൽ സാറ്റിസ്ഫൈങ് ഇഫക്റ്റ് ഓഫ് കമ്പൈനിങ് സിമിലർ ഓർ റിലേറ്റഡ് എലമെൻറ്റ്സ്. ഒരുപോലെയുള്ള എലമെൻറ്റുകളെ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റുകളെ കമ്പൈൻ ചെയ്യുന്നു, അടുത്തടുത്ത് വെച്ചുകൊണ്ട് നമ്മളൊരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരേപോലെയുള്ള കളറുകളെ ഓപ്പോസിറ്റായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളൊരു ആർട്ട് വർക്കോ അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലവർ ബൊക്കെ എടുക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിത്രം അവിടെ ഉണ്ട് കാണും. ഫ്ലവറിന് ഒരു ബൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് നമ്മൾ വെക്കുന്ന ഫ്ലവേഴ്സിൻ്റെ കളറ് അത് നമ്മൾ കൃത്യമായിട്ട് നമുക്കത് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ വരുത്തുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡുകളിലായിട്ട് അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഫ്ലവേഴ്സ് ഓപ്പോസിറ്റ് സൈഡിൽ, മുകളിൽ, കോർണറിലൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ട്
It is a visual satisfying effect of combining similar or related elements. ഒരേപോലുള്ളത് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരു വിഷ്വൽ സാറ്റിസ്ഫൈങ് എഫക്റ്റ് ഉണ്ടാക്കുകയാണ് ഹാർമണി എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണാം, ഇവിടെ ഈ ഷേപ്പുകൾ ഇവിടെ രണ്ട് അടുത്തടുത്താണ് അതിൽ റെഡ് കളറുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള കുറേ ഒബ്ജക്റ്റുകൾ ഇവിടെയുണ്ട്. ഒരേ കളറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരേ ഷേപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഓപ്പോസിറ്റായിട്ട് അതിൻ്റെ ഡയറക്ഷനുകളിൽ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാനൊരു കൂടുതൽ അട്രാക്ഷൻ തോന്നും. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അതിലേക്ക് ഒരു അട്രാക്ഷൻ തോന്നും. ഈ ഒരു ഷേപ്പ്, ഈ ഒരു വർക്ക് വളരെ ഭംഗിയായിട്ടാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കളറിൻ്റെ ഹാർമണി ഒരേപോലെ ഒരു ബൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണാം ഈ വയലറ്റ് കളറിലെ പൂവ് അല്ലെങ്കിൽ മഞ്ഞ കളറിലെ പൂക്കളൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളിലൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഒരു വിഷ്വൽ സാറ്റിസ്ഫൈങ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഹാർമണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തത് യൂണിറ്റി എന്ന് പറയും. യൂണിറ്റി നമ്മൾ നേരത്തെ കണ്ടു, ഹാർമണിയും അതേപോലെ തന്നെ ഹാർമണി കോൺട്രാസ്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് യൂണിറ്റി നമുക്ക് പറയാൻ പറ്റുക. യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഐഡിയയെ നമ്മൾ എങ്ങനെ എപ്രകാരം ഡിസൈൻ എലമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളത്. This refers to the way in which the different elements of work interact with one another or visual linking of various elements of the work. ഒരു വർക്കിലുള്ള എലമെൻറ്റുകൾ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ, അത് കൃത്യമായിട്ടാണെങ്കിൽ വർക്ക് ഈസ് യൂണിഫൈഡ്, യൂണിറ്റി ഉള്ള നല്ല യൂണിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ്സ് റെഫേഴ്സ് ടു ദി വേ ഇൻ വിച്ച് ദി ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് വർക്ക് ഇൻട്രാക്ട് വിത്ത് വൺ അനദർ. നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഐഡിയയും നമ്മൾ ഉപയോഗിക്കുന്ന എലമെൻറ്റുകളും കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ആർട്ട് വർക്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വർക്ക് ഇതൊരു യൂണിഫൈഡ് വർക്കാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. ദെൻ ഡൊമിനൻസ്, കൂടുതൽ പ്രാധാന്യം. കുറേ ഒബ്ജക്റ്റുകളുണ്ട്, അപ്പോൾ അതിൽ നമുക്ക് ചിലതിന് നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കാണണമെങ്കിൽ നമ്മൾ ഡൊമിനൻസ് എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നു. അത് സൈസ് ആയിരിക്കാം, പൊസിഷൻ ഉപയോഗിക്കാം ഡൊമിനൻസിന് വേണ്ടി. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു വൺ ഓർ മോർ ഓഫ് ദി എലമെൻറ്റ്സ്. നമ്മുടെ പേജിലുള്ള എലമെൻറ്റുകളിൽ ഒന്നോ അതിലധികമോ എലമെൻറ്റുകൾക്ക് എംഫസൈസ് കൂടുതൽ പ്രാധാന്യം കിട്ടാണെങ്കിൽ നമുക്ക് ഡൊമിനൻസ് എന്നുള്ള പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം. അപ്പം ഡൊമിനൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏതിനാണോ അപ്ലൈ ചെയ്യുന്ന ആ എലമെൻറ്റ് ബാക്കിയുള്ള എലമെൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം. അതിന് നമ്മൾ അതിൻ്റെ പൊസിഷനോ അതിൻ്റെ സൈസോ ഒക്കെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ ആ ഒരു ചിത്രം നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യുകയാണ്, ഇതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ സൈസും ഈ ഒരു പൊസിഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഡൊമിനൻസ് എന്നുള്ള പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വർക്ക് നമ്മൾ ചെയ്യുന്ന ആർട്ട് വർക്കുകൾ അല്ലെങ്കിൽ ഡിസൈൻ വർക്കുകൾ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നതിനും നമ്മുടെ റീഡേഴ്സിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിനും. അപ്പോൾ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ ആ ബുക്ക് അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ, ഒരു മാഗസിന് ഒക്കെ അത് ആളുകൾ വായിക്കണമെങ്കിൽ ഡിസൈനിങ്ങിൽ വളരെ ശ്രദ്ധ ആവശ്യമുണ്ട്. കൃത്യമായി ഡിസൈൻ ചെയ്യുകയും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അട്രാക്റ്റീവ് ആയിരിക്കുകയും വായിക്കാൻ ഈസി ആയിരിക്കുകയും നല്ല ഫോണ്ടുകൾ ഉപയോഗിക്കണം, കളർ ഉപയോഗിക്കണം, സ്പേസ് ഉപയോഗിക്കണം, ഇതെല്ലാം വേണം. അപ്പം ഇതെല്ലാം നമ്മുടെ ഡോക്യുമെൻ്റ് ഡിസൈനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് കണ്ടത്. പ്രീപ്രോസ് ആക്ടിവിറ്റീസിലെ എലമെൻറ്റ്സ് ഓഫ് ഡിസൈനും അതേപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈനും. സോ പ്രീപ്രോസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് ചെയ്യുന്ന കാര്യമുള്ള കാര്യങ്ങളാണ് പ്രീപ്രോസിൽ നടക്കുന്നത്. 4 സ്റ്റെപ്പുകൾ ഇവിടെയുണ്ട്, അല്ലെങ്കിൽ 4 ആക്ടിവിറ്റീസ് ഉണ്ട്. ഡിസൈനിങ്, പ്രീ ഫ്ലൈറ്റിംഗ്, ക്രിയേറ്റിംഗ് പ്രൂഫ്, പ്രിൻറ്റിംഗ് പ്ലേറ്റ്സ്. അതിൽ ഡിസൈനിങ്ങിനകത്ത്
നമ്മൾ എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പേജ് ലേഔട്ട് ഡിസൈൻ എന്നൊക്കെ പറയാം. അറേഞ്ച്മെൻറ്റ് ഓഫ് വിഷ്വൽ എലമെൻറ്റ്സ് ഇൻ എ പേജിൽ വിഷ്വൽ എലമെൻറ്റ്സ് ഒബ്ജക്റ്റുകളെ അറേഞ്ച് ചെയ്യുന്നതാണ് ഡിസൈനിങ് ഉപയോഗിക്കുക. എലമെൻറ്റ്സ് ഓഫ് ഡിസൈനകത്ത് ലൈൻ ഉണ്ട്, ഷേപ്പ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്, സ്പേസ് ഉണ്ട്, ടൈപ്പോഗ്രാഫി ഉണ്ട്. 5 കാര്യങ്ങളാണുള്ളത്. ടൈപ്പോഗ്രാഫിയിൽ ടൈപ്പിന് 2 തിരിച്ചിട്ടുണ്ട്, സാൻസ് സെറിഫ് ആൻഡ് സെറിഫ്. സെറിഫ് വിത്ത് ഫോണ്ട് വിത്ത് ഫീറ്റ്, സാൻസ് സെറിഫ് വിത്തൗട്ട് ഫീറ്റ്. Then principles of design 6 നമ്മൾ കണ്ടു. പ്രിൻസിപ്പിൾസ് ആണ് കൺസെപ്റ്റ് യൂസ് ടു ഓർഗനൈസ് ദി എലമെൻറ്റ്സ്. ബാലൻസ്, റിപ്പിറ്റേഷൻ, കോൺട്രാസ്റ്റ്, ഹാർമോണി, യൂണിറ്റി ആൻഡ് ഡൊമിനൻസ്. ഡ്രച്ച്, DBRUCH, ഡ്രച്ച്. ബാലൻസ് എന്ന് കണ്ടു. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വിഷ്വൽ വെയ്റ്റ്സ് ഓഫ് ഒബ്ജക്ട്സ് ആണ്. ബാലൻസ് ഫോർമൽ ഉണ്ട്, അത് സിമെട്രിക്കലി അറേഞ്ച്ഡ് ആയിരിക്കും. ഇൻഫോർമൽ ഉണ്ട്, it's not exactly symmetric, and informal balance is more dynamic than formal balance. This is informal, this is. And repetition ഉണ്ട്. repetition എന്ന് പറഞ്ഞാൽ repetitive വർക്ക്. വ്യത്യസ്ത പാറ്റേണുകൾ നമ്മൾ ഉപയോഗിക്കും. ആർട്ട് വർക്കിന് കൂടുതൽ ആക്റ്റീവ് ആക്കുന്നതിന് നമ്മൾ വ്യത്യസ്ത പാറ്റേൺസ് ഉപയോഗിക്കുന്നു. വേരിയേഷനോട് കൂടിയുള്ള repetition ഉണ്ട്, അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്. വേരിയേഷൻ ഇല്ലാത്തവയുണ്ട്, വിത്തൗട്ട് വേരിയേഷൻ അത് മോണോട്ടോണസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡള്ളാണ് എന്ന് പറയും. ദിസ് ഈസ് without variation, and this is with variation. Then contrast number 2, association of opposing elements like opposite colors, opposite tone, opposite direction or opposite size. Example, light and dark colors, smooth and rough textures, large and small shapes. Then harmony ഉണ്ട്. harmony എന്ന് പറഞ്ഞാൽ വിഷ്വൽ സാറ്റിസ്ഫൈങ് എഫക്റ്റ് ആണ്. വിഷ്വലി സാറ്റിസ്ഫൈങ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബൈ കമ്പൈനിങ് സിമിലർ ഓർ റിലേറ്റഡ് എലമെൻറ്റ്സ്. റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരു വിഷ്വൽ സാറ്റിസ്ഫൈ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഹാർമണി, യൂണിറ്റിയിൽ നമ്മൾ ഹാർമണി വരും. ഇതൊരു ഇവിടെ നമ്മൾ കാണാം, നമുക്ക് കൂടുതൽ വിഷ്വൽ സാറ്റിസ്ഫൈങ് എഫക്റ്റ് കിട്ടിയിരിക്കുന്ന ഒരേപോലെയുള്ള എലമെൻറ്റുകളെ നമ്മൾ ഇവിടെ ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വിഷ്വൽ ലിങ്കിങ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ദി വർക്ക്, ആർട്ട് വർക്ക്. യൂണിറ്റി, വിഷ്വൽ ലിങ്കിങ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ദി വർക്ക്. ഒരു യൂണിറ്റിയുള്ള അല്ലെങ്കിൽ യൂണിഫൈഡ് ആയിട്ടുള്ളൊരു വർക്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കും. എന്താ? വിഷ്വൽ ലിങ്കിങ് ഓഫ് ദി വേരിയസ് എലമെൻറ്റ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദി വേ ഇൻ വിച്ച് ദി ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് വർക്ക് ഇൻട്രാക്ട് വിത്ത് വ്യത്യസ്ത ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. ഇവിടെ ലൈൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഷേപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, കളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഹൗ ദീസ് ആർ ഇൻട്രാക്ട് വിത്ത് വൺ അനദർ, ഹൗ ദേ ആർ അറേഞ്ച്ഡ്. സോ ഇവിടെ നമുക്ക് ഹാർമണി ഉണ്ട്, യൂണിറ്റി ഉണ്ട് എന്ന് പറയാം. ഡൊമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ ബി അപ്ലൈഡ് ടു വൺ ഓർ മോർ ഓഫ് ദി എലമെൻറ്റ്സ് ടു ഗീവ് എംഫസിസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡൊമിനൻസ്. ആ ഡൊമിനൻസ് ഉണ്ടായിരിക്കണമെങ്കിൽ ബാക്കിയുള്ള എലമെൻറ്റുകളിൽ നിന്ന് ഇതിനെന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. ചിത്രത്തിൽ നമ്മൾ കാണാം, ഇത് ഇവിടെ ഡൊമിനൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്താ വ്യത്യാസം? ഇത് വലുതാണ്. ഇത് ടെക്സ്റ്റ് വായിച്ച് നോക്കുക, നോട്ട് തയ്യാറാക്കുക. ആദ്യ ക്ലാസ്സിൻ്റെ നോട്ട് തയ്യാറാക്കണം. അത് ഇതുവരെ കണ്ടിട്ടില്ല, ആരും സബ്മിറ്റ് ചെയ്തതായിട്ട് എനിക്ക് അയച്ചു തന്നിട്ടില്ല. രണ്ട് ഭാഗങ്ങളുടെയും നോട്ട് തയ്യാറാക്കിയിട്ട് എനിക്ക് അയച്ചു തരണം. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള പ്രീപ്രസ്സിലെ ബാക്കി 3 ആക്ടിവിറ്റികൾ കൂടി പ്രീപ്രസ്സിൽ ഉണ്ട്. ഇവിടെ പ്രൂഫ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പ്രീ ഫ്ലൈറ്റിംഗ് ഉണ്ട്, ക്രിയേറ്റിംഗ് പ്രൂഫ് ഉണ്ട്, പ്രിൻറ്റിംഗ് പ്ലേറ്റ്സ് ഉണ്ട്. 3 കാര്യങ്ങൾ കൂടി നമ്മുടെ ആദ്യ പ്രീപ്രസ് ആക്ടിവിറ്റി കഴിയും. അതിനുശേഷം പ്രിൻറ്റിങ്ങിലെ വിവിധ 5 മെത്തേഡുകളുണ്ട് പ്രിൻറ്റിങ്ങിൻ്റെ, അത് കാണും. അതിനുശേഷം പോസ്റ്റ് പ്രസ് ആക്ടിവിറ്റീസ്. പോസ്റ്റ് പ്രസ്സിൽ നമുക്ക് ഫോൾഡിങ്, അസംബ്ലിങ്, ബൈൻഡിങ്, കട്ടിങ്, ഇങ്ങനെയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഭാഗത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ കാര്യങ്ങൾ പ്രീപ്രസ്സിലെ ബാക്കി ആക്ടിവിറ്റീസും പ്രിൻറ്റിങ്ങും നമ്മൾ കാണും. Till then, bye bye.